My name is Harsha and welcome. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വൺ ബ്രാൻഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് കാണാൻ പോകുന്നത്. ബ്രാൻഡ് Maybelline ആണ്. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പം Maybellineന്റെ വൺ ബ്രാൻഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് ഈ ഒരു Maybellineന്റെ മാസ്റ്റർ സ്ട്രോബിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ സ്ട്രോബ് ക്രീമിൻ്റെ ഒരു ഡ്യൂപ്പ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫേസിലൊരു നാച്ചുറൽ ഗ്ലോ തരുന്നത്. അപ്പം നമുക്കൊരു പ്രൈമർ കം സ്ട്രോബ് ക്രീം വേണമെങ്കിൽ ഈ ഒരു അഫോർഡബിൾ ബഡ്ജറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു Maybellineന്റെ മാസ്റ്റർ സ്ട്രോബിങ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ലതാണ്. കണ്ടില്ല, നല്ലൊരു ഫേസിൽ നാച്ചുറലി തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് തരും. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. Maybellineന്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. എല്ലാവർക്കും അറിയാം ഫിറ്റ് മീ ഫൗണ്ടേഷൻ എത്രത്തോളം നല്ലൊരു ഫൗണ്ടേഷൻ ആണെന്നുള്ളത്. എൻ്റെയും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷൻസ് ആണ് ഈ ഒരു Maybelline ഫിറ്റ് മീൻ്റെ ഫൗണ്ടേഷൻ. അത് ഞാൻ ഫുൾ ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാണ്. ആൻഡ് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ടു ഫുൾ കവറേജ് തരുന്നൊരു ഫൗണ്ടേഷനാണിത്. എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡ് റേഞ്ച് ഈ ഒരു ഫൗണ്ടേഷനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് ഷെയ്ഡ് ആണോ നമ്മുടെ സ്കിൻ ടോൺ അതിനുള്ള ഫൗണ്ടേഷൻ നമുക്ക് കിട്ടും. ആൻഡ് അത്യാവശ്യം നല്ല മാറ്റിഫൈയിങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൂടിയാണിത്. നെക്സ്റ്റ് നമ്മൾ Maybellineന്റെ ഫിറ്റ് മീ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇതും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു കവറേജ് തരുന്ന ഒരു കൺസീലറാണ്. ഞാൻ അണ്ടർ ഐസിലും മൗത്ത് ഏരിയയിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇതും ഈ ഒരു കൺസീലറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ്സിലുള്ളൊരു കൺസീലറാണ്. കാരണം അത്യാവശ്യം നല്ല കവറേജ് തരും. ആൻഡ് ഒരുപാട് ക്രീസ് ചെയ്യാത്തൊരു കൺസീലറാണ്. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈവൻ പ്രൊഫഷണൽസിന് പോലും നല്ലൊരു കൺസീലറാണ് കേട്ടോ ഈ ഒരു Maybellineന്റെ ഫിറ്റ് മീ കൺസീലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ കൺസീലറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പാക്റ്റാണ് Maybelline ഫിറ്റ് മീ കോമ്പാക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തരക്കേടില്ലാത്ത ഒരു കോമ്പാക്റ്റ് സെറ്റിംഗ് പൗഡറാണിത്. അത് കൺസീൽ ചെയ്ത ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഐബ്രോസ് ഞാൻ നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്നുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്തേക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ഐബ്രോ പ്രോഡക്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ന്യൂഡ് പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ന്യൂഡ് കളർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പാലറ്റ് നല്ലതായിരിക്കും. ഞാനിപ്പോൾ കാണിച്ച ആ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ക്രീസ് ലൈൻ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്ക് നല്ലൊരു സ്മൂക്കി എഫക്റ്റ് ഉള്ളൊരു ഐ മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് ഒരു ഔട്ടർ വീയിലോട്ട് ഞാൻ കുറച്ച് ഡീപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വി പോലെ ആയിട്ട്, അതായത് നമുക്ക് ചെറിയതായിട്ടൊരു സ്മോക്കി എഫക്റ്റ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വി പോലെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് എൻ്റെ ഹാഫ് ഓഫ് ദി ലിഡ്സിലൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് മാത്രം പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഡാർക്ക് സ്മോക്കി ഐസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് ഹാൻഡിൽ നമ്മൾ ഇതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക, ഹാഫ് ലിഡ്സിൽ മാത്രം. എന്നിട്ട് ഒരു ബഫിംഗ് ബ്രഷ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു സീംലെസ്ലി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഐ ഷാഡോ പാലറ്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എല്ലാം ന്യൂഡ് ഷെയ്ഡ്സാണ്. നമുക്ക് നല്ല സ്മോക്കി ഐസ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് അടിപൊളിയായിരിക്കും. ബ്ലാക്ക് ഉണ്ട്, നമുക്ക് അതിൽ ഷിമറി ഷെയ്ഡ് കിട്ടുന്നുണ്ട്, ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നുണ്ട്, ഗ്രേ ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഐബ്രോ പാലറ്റായിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഐബ്രോസിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ഷെയ്ഡ്സ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ക്രീസ് ലൈൻ ചെയ്തിട്ടുണ്ടായല്ലോ, അത് ഒന്നും കൂടി എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ലൈൻസ് ഒന്നും ഹാർഷ് ലൈൻസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഷിമർ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ലിഡ്സിൻ്റെ പോർഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇത് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഒരുപാട് മേളിലോട്ട് പോകണ്ട. നമ്മുടെ ആ ഒരു ബ്ലാക്കിൻ്റെ കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയും Maybellineന്റെ കൊലോസൽ കാജലാണ് ഞാൻ യൂസ്
യൂസ് ചെയ്യുന്നത്. ടൈറ്റ് ലൈൻ വാട്ടർ ലൈൻ വാട്ടർ ലൈനിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ളൊരു കാജലാണ് കേട്ടോ ഇത്. ഇനി വാട്ടർ ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും ഞാൻ നന്നായിട്ടൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് തന്നെ സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് സ്മോക്കി പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ തന്നെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കോണ്ടൂറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു എനിക്കൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്രോഡക്റ്റാണ് ഇവരുടെ മേബിലിൻ്റെ ഈ ഒരു പെൻ ലൈനർ എന്ന് പറയുന്നത്. അത്രയും പെർഫെക്റ്റാണ്. ആൻഡ് എന്തൊരു ഡാർക്കാണെന്ന് അറിയാമോ, കണ്ടില്ലേ, ഞാനൊരു വിങ് ലൈനറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇവരുടെ ഈ ഒരു പെൻ ലൈനർ എന്ന് പറയുന്നത്. പെർഫെക്റ്റായിട്ട് നമുക്ക് ലൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നല്ല ചെറുതായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വിങ് ലൈനറാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. മേബിലിൻ്റെ ഫാൾസീസ് പുഷപ്പ് ഡ്രാമ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് മസ്കാരാസ് ആണ്. കാരണം നല്ല ഫാൾസീസ് വെക്കാണ്ട് തന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും. ബ്ലഷ് ഞാൻ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് വരുന്നൊരു ഫിറ്റ് മീയുടെ ബ്ലഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈലൈറ്റർ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ എല്ലാവർക്കും അറിയാം, നല്ല സൂപ്പർബായിട്ടുള്ളൊരു ഹൈലൈറ്ററാണ്. ഇത് കണ്ടില്ല, നല്ല തൊട്ടാൽ മതി അത്രയ്ക്കും ഭംഗിയായിട്ട് നമുക്ക് ഹൈലൈറ്റർ കിട്ടും. നന്നായിട്ട് നമുക്ക് ഗ്ലോ തരും, നാച്ചുറലി നമുക്കൊരു ഗ്ലോ തരും. ഇനി ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂഡ് ന്യൂവാൻസ് ആണ്. മേബിലിൻ്റെ എല്ലാവർക്കും അറിയാം, നല്ല പെർഫെക്റ്റ് എല്ലാ സ്കിൻ ടോണിനും ചെയ്യുന്ന പെർഫെക്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മേബിലിൻ്റെ ന്യൂവാൻസ് ഇസ് ദ വൺ. കാരണം അത്രയും അടിപൊളി ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. തീർന്നു, എൻ്റെ ശരിക്കും തീർന്നു, അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി മേബിലിൻ്റെ ലാസ്റ്റിംഗ് ഫിക്സ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മേക്കപ്പൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമുക്ക് മേബിലിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഐ ഷാഡോ പാലറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാലറ്റ് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് മേബിലിൻ്റെ എല്ലാ പ്രോഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രോഡക്റ്റും കുറവ് ഒന്നും പറയാൻ പറ്റത്തില്ല, അത്രയും അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് മേബിലിൻ്റെ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഭംഗിയായിട്ട് എല്ലാം കൂടി നമുക്ക് ആയി വന്നിട്ടുണ്ട് മേക്കപ്പ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും മേബിലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നല്ല പാർട്ടി മേക്കപ്പ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.